ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പെൺകുട്ടി പരാതി കൊടുത്തത്. ഇന്ന് തന്നെ അത് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അത് DGP ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൈമാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസിൽ അന്വേഷണം നടത്തിയിരുന്നു, പക്ഷേ മൊഴി ആരും നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെൺകുട്ടി മൊഴി നൽകും. പെൺകുട്ടിയുടെ രഹസ്യമൊഴി, അതിനുശേഷം അറസ്റ്റ്. ഇതാണോ ഇനിയുള്ള നടപടിക്രമങ്ങൾ? സ്മൃതി, ഈ കേസിൽ അതായത് ഈ പാലക്കാട് MLA ശ്രീ രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് ഏതാനും മാസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലുമൊക്കെ ആരോപണങ്ങളും അതുപോലെ തന്നെ ശബ്ദ സന്ദേശങ്ങളും അതുപോലെ തന്നെ ചാറ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വിക്ടിം മുന്നോട്ട് വന്ന് ഒരു പരാതി കൊടുക്കുവാനായി തയ്യാറായിരുന്നില്ല. അതാണ് അതിലുണ്ടായിരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്നിപ്പോൾ അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു യുവതി വന്ന് പരാതി കൊടുക്കുകയും അവരുടെ നിന്ന് നമ്മൾ തോന്നുന്ന ആ വോയിസ് ശബ്ദ സന്ദേശത്തിൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ യുവതിയും അവരുടെ ബന്ധുവും കൂടി വന്ന് പരാതി കൊടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പരാതി സാഹചര്യം എന്ത് നമുക്ക് അതിലേക്ക് കടക്കില്ല. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവകാശങ്ങളുടെ എന്തെങ്കിലും കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൽ അടിസ്ഥാനപരമായിട്ട് യാതൊരു കാര്യവുമില്ല, അത് സ്വീകരിക്കാൻ പറ്റുന്നതുമല്ല. ഇപ്പം ഇവിടെ ഈ സംഭവത്തെ നമ്മൾ എടുത്തു നോക്കുമ്പം രാഷ്ട്രീയമായിട്ട് പല സാഹചര്യങ്ങളും ഇപ്പോഴുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുപോലെ തന്നെ മറ്റു പല വിവാദങ്ങളുമുണ്ട്. അതെന്തൊക്കെ ആയിരുന്നാലും ഈ വിഷയത്തിൽ പരാതിയുമായിട്ട് ഒരു യുവതി നേരിട്ട് വരുന്നുണ്ട് എങ്കിൽ അതീവ ഗൗരവമുള്ള കാര്യമാണ്. കാരണം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, അതുപോലെ തന്നെ ഈ റേപ്പ്, ആ വഞ്ചനാപരമായ രീതിയിൽ ഒരു യുവതിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വശീകരിച്ച് ബന്ധപ്പെടുകയാണ് എങ്കിൽ അത് റേപ്പിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണ് അതിന് വരുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, പോലീസിന് നേരിട്ടെടുക്കാവുന്നതാണ്. ഇന്നിപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി പരാതി കൈമാറി ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അത് കൃത്യമായിട്ടും അന്വേഷണം നടക്കും. ഇതിൽ തെളിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം ഈ പറഞ്ഞ ആ ഗർഭചിത്രവുമായി വന്നിരിക്കുന്ന ആ വോയിസ് മെസ്സേജും ഈ യുവതി നേരിട്ട് വന്ന് പരാതി കൊടുത്ത് മുന്നിലേക്ക് വന്ന സ്ഥിതിക്ക് ഇതിലെ തെളിവുകൾ കൊടുക്കേണ്ട ബാധ്യതയും കൂടി അവർക്കുണ്ട്. കാരണം ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ഇതിനകത്ത് ആവശ്യത്തിലധികം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് സംഭവം അല്ലെങ്കിൽ ഇവരെ റേപ്പ് നടന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനും ശരിയായ രീതിയിലുള്ള ആ തെളിവുകൾ അവർക്ക് അവരുടെ കൈവശം ഉണ്ടാവും. അതല്ലെങ്കിൽ പോലീസിന് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ശബ്ദ സന്ദേശത്തിലെ ആ പുരുഷൻ്റെ ശബ്ദം രാഹുൽ മാക്കൂട്ടത്തിൻ്റെതാണോ എന്ന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കുവാനും ശാസ്ത്രീയമായിട്ട് അത് കണ്ടെത്തുവാനും സാധിക്കും. അപ്പം ആ രീതിയിലുള്ള വളരെയധികം തെളിവുകൾ മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കേസാണിത്. ഇപ്പം മറ്റ് എന്ത് സാഹചര്യം പറഞ്ഞാലും കേസ് എന്നുള്ള നിലയ്ക്ക് ഇത് ഒരു യുവതി മുന്നോട്ട് വന്ന് പരാതി കൊടുത്തു. ആ കേസ് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് പോലീസിന് കൃത്യമായിട്ട് അന്വേഷിക്കാനും ഇതിലേക്ക് തെളിവുകൾ നല്ല രീതിയിൽ അടിസ്ഥാനപരമായിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കുവാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം ഇത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തതിന് ശേഷം മാത്രം ഹൈക്കോടതി വരാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ടും കേരള ഹൈക്കോടതിയുടെ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കേസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? ചിലപ്പോൾ അത് ക്രൈംബ്രാഞ്ച് മേധാവി ഉള്ള ക്രൈംബ്രാഞ്ചിനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അതായത് FIR രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ക്രൈംബ്രാഞ്ചിൻ്റെ ഹെഡ്ക്വാർട്ടറിലുണ്ട്. അതല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ചിലപ്പോൾ പാലക്കാടായിരിക്കും. പാലക്കാടാണോ രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കറിയില്ല. ഈ പരാതിയിലെ കണ്ടന്റ് എന്താണ്, അതിനകത്തുള്ള ആരോപണങ്ങൾ എന്താണ്, ആ ആരോപണങ്ങൾ പരാതി കണ്ടെങ്കിൽ മാത്രമേ ഇതിന് അനുബന്ധമായ തെളിവുകൾ എത്രമാത്രം ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മളിപ്പം അതിൻ്റെ ആദ്യത്തെ പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചർച്ചയിലേക്ക് പോകുന്നതിൽ കേസിനെ സംബന്ധിച്ച് അതിനകത്ത് കാര്യം അല്ലെങ്കിൽ അതിൽ വലിയ പ്രസക്തിയില്ല. തെളിവുകൾ കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ മുൻകൂർ ജാമ്യം ഇതിൽ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് പോലും
സംശയകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ജില്ലാ കോടതിയെ സമീപിച്ച് ഹൈക്കോടതി അനുവദിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ സമയം വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് തടസ്സമില്ല. കാരണം നോൺ ബെയിലബിൾ ഒഫൻസാണ്. മിനിമം 10 വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടാവുന്ന രീതിയിലുള്ള ആ വകുപ്പുകളാണ് ഇതിനകത്ത് ചേർക്കാൻ സാധ്യതയുള്ളത് FIR-ൽ. അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരി, അത്തരം നടപടികളിലേക്ക് കടക്കുമോ? വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം എന്നാണ് അറിയേണ്ടത്. Debate with Smriti Parathikkad.